ആക്രമണത്താൽ അതിനെല്ലാം തകർക്കപ്പെടുകയും അതിന്റെ ഫലമായി ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ദളിതനും പിന്നോക്കക്കാരും ഒക്കെ ഇല്ലാട്ടി തകർക്കപ്പെട്ട് അധികാരവും രാജ്യവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ നൂറ്റാണ്ടിലെ ഭരണതലത്തിൽ ഭരണാധികാരി വർഗത്തെ തകർക്കപ്പെട്ടു. ആ ഭരണാധികാരി വർഗത്തെ വീണ്ടും അധികാരത്തിൽ എത്തിക്കപ്പെടുന്നതിനും അവർ വീണ്ടും ഭരണാധികാര വർഗമായി മാറ്റപ്പെടുന്നതിനുള്ള ഒരു പ്രവർത്തനമാണ് ദ്രാവിഡ വർഗ ഐക്യമുന്നണി കഴിഞ്ഞ 67 വർഷക്കാലമായി നടത്തപ്പെടുന്നത്. അതിന്റെ 67ാമത്തെ ആദ്യ ദ്രാവിഡ സംഘവും ദേശീയ ദർശന കൺവെൻഷനാണ് നമുക്കിടയിൽ നടത്തപ്പെടുന്നത്. ഇന്ത്യയിലെ എല്ലാ ഇടങ്ങളിൽ നിന്നും തദ്ദേശീയ സമൂഹം ഒത്തുചേരുവാനും അവരുടെ ആധ്യാത്മികത നാനാ ദേശങ്ങളിലേക്ക് വിറ്റുപരിവാങ്ങി പോയിട്ടുള്ള ഇന്ത്യയിലെ പട്ടികജാതി വർഗങ്ങൾ അവരുടെ യഥാർത്ഥ തറവാട് എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്തേക്ക് എത്തിച്ചേരപ്പെടുന്ന, നമുക്കറിയാം മക്ക എന്ന് പറയപ്പെടുന്ന മുസൽമാന്റെ ഒരു വിശുദ്ധമായ സ്ഥലമാണ്. റോമൻ എന്ന് പറയപ്പെടുന്ന ക്രൈസ്തവ സമുദായത്തിന്റെ വിശുദ്ധമായ സ്ഥലമാണ്. എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും ദളിതന്റെയും പിന്നോക്കക്കാരന്റെയും ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് മുക്കട രാജ്യസ്മാനകർ. ആ മുക്കട രാജ്യസ്മാനകരിലേക്ക് ഇന്ത്യയിലെയും ലോകത്തിലെ എല്ലാ കർത്തവർഗങ്ങളും വന്നു ചേരുന്നതിന് വേണ്ടി അഭിമുഖനായ സഭാരാജ്യത്തിന് പ്രത്യക്ഷമായി സ്ഥാപിക്കപ്പെട്ട ആ ചെറിയ ഇടത്താണ് ഈ ദേശീയ ദർശന കൺവെൻഷനും ആദ്യ ദ്രാവിഡ സംഘവും നടത്തപ്പെടുന്നത്. അപ്പോൾ നിഷേധിക്കപ്പെട്ട ഏതൊരു സംഭവവും, അത് പട്ടികജാതിക്കാരനല്ല, ബ്രാഹ്മണൻ സാമൂഹിക നിഷേധിക്കപ്പെട്ടാലും നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് സാമൂഹിക നിഷേധിക്കപ്പെട്ടാലും ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഇസ്ലാമിക സഹോദരങ്ങൾക്ക് സാമൂഹിക നീതി നിഷേധിക്കപ്പെട്ടാലും അവിടെയെല്ലാം ഞങ്ങൾ ഓടിയെത്തുകയും അവർക്ക് സാമൂഹിക നടപ്പിൽ വരുത്തേണ്ട ജനാധിപത്യങ്ങളോടെല്ലാം പോരാട്ടങ്ങൾ നടത്തി സാമൂഹിക ഉറപ്പിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. ജാതി അതീതമായി സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് മനുഷ്യ. അതൊക്കെ ഇന്നും പട്ടികവർഗങ്ങൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നീതി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മഹാനായ അയ്യൻകാളി യജമാനും പൊയ്യലപ്പച്ചനും പാമ്പാടി ജോൺ ജോസഫ് പിതാവും സഭാരാജ തിരുമേനികളുടെയൊക്കെ വിപ്ലവകരമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് ഈ കേരളത്തിലെ ഈ ജനത ഇത്രയെങ്കിലും ഈ രീതിയിൽ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഈ 67ാമത് ദേശീയ ദശദിന കൺവെൻഷനിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ബിഫോർ പങ്കാളിത്തം ഞങ്ങൾക്ക് ഉറപ്പുണ്ടാകണം, അധികാര പങ്കാളിത്തം ഉണ്ടാകണം, ഭൂമിയില്ലാത്ത അധകൃത വർഗ വിഭാഗങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകണം, വിദ്യാഭ്യാസ മേഖലയിലുള്ള ഞങ്ങളുടെ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഞങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ സ്റ്റൈഫൻഡുകളും ലഭ്യമാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ നീതിയുക്തമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ ലഭ്യമാക്കണമെന്നുള്ള ആവശ്യവും, ഞങ്ങളുടെ സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കാനും, മരിച്ചാൽ പോലും കുഴിച്ചിടാൻ നിവൃത്തിയില്ലാത്ത ഒരു ജനത എന്നുള്ള നിലയിൽ അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമി, അതിനാണ് ഞങ്ങൾ ഭൂമി ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ ജനതയ്ക്ക് ഭൂമി ആവശ്യമാണ്. അതുകൊണ്ട് ഭൂമിയിന്മേലുള്ള പങ്കാളിത്തമൊക്കെ ഞങ്ങൾക്ക് ഇത് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഞങ്ങൾ 67ാമത് ദേശീയ ദശദിന കൺവെൻഷനിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതൊക്കെയാണ് പ്രതിപക്ഷ കക്ഷികളടക്കം അതിന് വലിയ പ്രക്ഷോഭങ്ങളും പ്രതികരണങ്ങളൊക്കെ അതിൽ നടത്തിയിട്ടുണ്ട്. ദ്രാവിഡ വർഗ ഐക്യമുന്നണി എന്ന പ്രസ്ഥാനവും സഭാരാജ തിരുമേനികളും കേരളത്തിൽ മറ്റുതര പ്രസ്ഥാനങ്ങൾ അംബേദ്കറെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ 1960 കാലഘട്ടത്തിൽ മുണ്ടക്കയത്ത് മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന ഒരു വലിയ നഗർ സ്ഥാപിക്കപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ലക്ഷോപലക്ഷം അടിസ്ഥാന വർഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അംബേദ്കറുടെ ചരമവാർഷികം നടത്തുകയുണ്ടായി. ആ ചരമവാർഷികത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ അഭിമതനായ സ്ഥാപകൻ പറഞ്ഞത് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇന്ത്യയുടെ ദ്രാവിഡ രാഷ്ട്രപിതാവാണ്. ദ്രാവിഡ രാഷ്ട്രപിതാവാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അതുമാത്രമല്ല, ദ്രാവിഡ വർഗ ഐക്യമുന്നണി 1900 ഇപ്പോൾ ഈ വേദിയിൽ